പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി 410 വള്ളസദ്യകളാണ് ഈ വർഷം ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എ വി ജയശങ്കർ ആറന്മുളയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, അങ്ങനെ മറ്റൊരു വള്ളസദ്യ കാലത്തിന് കൂടി തുടക്കമായിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സദ്യ എന്നൊക്കെയാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയായിരുന്നു ചടങ്ങുകൾ? എന്താണ് വിശദാംശങ്ങൾ? അനുജ, മന്ത്രി കെ വി ഗണേഷ് കുമാർ ഭദ്രദീപം കൊളുത്തിയാണ് ഈ വള്ളസദ്യക്ക് എന്തായാലും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനിയും പമ്പയുടെ തീരങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ഹൃദയതാളത്തോടുകൂടി സദ്യ കഴിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. 80-ലധികം ദിവസങ്ങൾ, 64-ലധികം വിഭവങ്ങളാണ് ഈ വള്ളസദ്യയുടെ ഭാഗമായി എന്തായാലും വിളമ്പുക. ആചാരവും വിശ്വാസവും ഒക്കെ തന്നെ വഴിപാടിന്റെ രൂപത്തിലായിരിക്കും ഇവിടെ വിതരണം ചെയ്യുക. ഈ വള്ളം വഴിപാട് നിരവധി ആളുകൾ വള്ളം വഴിപാട് ചെയ്യുന്നുണ്ട്. 410 വള്ളസദ്യകളാണ് ഇതുവരെ ഇവിടെ ബുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 52 കരകളിൽ നിന്ന് ആയിട്ടാണ് ഓരോ ദിവസവും വള്ളസദ്യക്ക് വേണ്ടിയുള്ള ആളുകൾ പങ്കെടുക്കുക. അങ്ങനെ വിപുലമായ കാര്യങ്ങളുണ്ട്. ഈ വിഭവങ്ങളുടെ സമ്മേളനം തന്നെയായിരിക്കും ഉണ്ടാകുക. 64-ലധികം വിഭവങ്ങൾ. എന്തായാലും വള്ളസദ്യ വിതരണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഈ വള്ളസദ്യ ഈ വഞ്ചിപ്പാട്ടൊക്കെ പാടി ചോദിച്ചുകൊണ്ട് അങ്ങനെ രസകരമായ രീതിയിലാണ് ഇതിന്റെ വിഭവങ്ങളുടെ വിതരണമൊക്കെ ഇടയിലേക്കിടലും ചടങ്ങുകളൊക്കെ ഉള്ളത്. അതൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഈ ആറന്മുളയിലെ ആളുകൾ. അവരെ സംബന്ധിച്ച് ആചാരവും വിശ്വാസവും അവരുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. കേരളത്തിലേക്ക് ഓണം എത്തുന്നതിന് മുമ്പുള്ള ആദ്യം ഓണം ആറന്മുളയിൽ എത്തുന്നു എന്നാണ് ആറന്മുളക്കാർ പൊതുവിൽ പറയുന്നത്. എന്തായാലും ആ ഒരു വള്ളസദ്യയുടെ വള്ളപ്പാട്ടിന്റെ ആവേശത്തിൽ ഈ ആറന്മുള ക്ഷേത്രവും പരിസരവും ഒക്കെ ആകെ ഉണർന്ന് ആ ഒരു തുടുപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി വരുന്ന ഒരു 80 ദിവസത്തോളം ഇവിടെ വഞ്ചിപ്പാട്ടും വള്ളസദ്യയും ഒക്കെയായി ആകെ ആഘോഷങ്ങളായിരുന്നു. എത്ര ദിവസം ഇത് തുടരും? അതായത് ഏത് മാസം വരെ ഉണ്ടാകും ഈ സദ്യ? ഒപ്പം എത്ര വിഭവങ്ങളാണ്, എത്ര തരം വിഭവങ്ങളാണ്? അങ്ങനെയൊക്കെയുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ അറിയാമോ ജയശങ്കർ? അനുജ, ഒക്ടോബർ മാസം വരെ 80ഓളം ദിവസം ഈ വള്ളസദ്യ നടക്കും. ഓരോ ദിവസവും ഓരോ കരക്കാരുടെ വക ആയിരിക്കും ഇത്തരത്തിൽ ഇതിനുള്ള ബുക്കിംഗ് ഉൾപ്പെടെ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ തൂഷ്യനിരയിൽ 64 വിഭവങ്ങളാണ് സദ്യക്കായി വിളമ്പുക. ഇങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി വിഭവങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ വളരെ രസകരമായ രീതിയിലാണ് ഇതിന്റെ ഈ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും 52 കരകളിൽ നിന്നായി പള്ളിയോടങ്ങൾ ഓരോ ദിവസവും വഴിപാടനുസരിച്ച് വരും. അതുപോലെ തന്നെ ആറന്മുള വള്ളസദ്യക്ക് തുടക്കമായിരിക്കുന്നു. ഒക്ടോബർ വരെ ഈ വള്ളസദ്യ തുടരും എന്നതാണ്. മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തത്.